ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറ് വെക്കാനുള്ള അരി മുറിച്ചിട്ടെല്ലാം നുള്ളി പറക്കി പറക്കി പാത്രത്തിലോട്ട് ഇട്ടു. അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് മതി, അതുകൊണ്ട് കുക്കറിനകത്താണ് വെക്കുന്നത്, ഗ്യാസിൽ. പിന്നെ ഒഴിച്ചേറി വയ്ക്കാനുള്ള ഒരു മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, ഒരു മാങ്ങായും 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു. പിന്നെ അത് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനുള്ള അരപ്പെല്ലാം ശരിയാക്കി അതിട്ട് കറി ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിലൊന്ന് കടുക് വറുക്കണം. അരപ്പ് ഇട്ട് കഴിഞ്ഞ് തിളയ്ക്കാൻ വേണ്ടി വെക്കണ്ട, അപ്പോൾ അതൊന്ന് പൊങ്ങി വരുമ്പോൾ അങ്ങ് ഓഫാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ രുചി വിട്ടുപോകും. തിളച്ച് പോയി കഴിഞ്ഞാൽ തേങ്ങയുടെ രുചിയൊക്കെ വിട്ടുപോകും. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്യാൻ മറക്കല്ലേ. ആകുമ്പോൾ മീനില്ലെങ്കിൽ വലിയ പാടാണ് എന്തെങ്കിലും ഒന്ന് കറിയാക്കാൻ. കറിയെല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. 2 സവാളയും വെണ്ടയ്ക്കായെല്ലാം കഴുകി വാരി എടുത്ത് അതൊന്ന് അരിഞ്ഞ് പറക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറി ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് വറുത്ത് ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഇട്ടൊന്ന് ചെറിയാക്കി എടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. എല്ലായിടും മഴയൊക്കെ കുറഞ്ഞോ? ഇവിടെ ഒന്ന് തെളിച്ചം കാണുന്നുണ്ട്, പിന്നൊന്ന് മഴ വരും, പിന്നെ ഒന്ന് തെളിയും. രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടി. വെണ്ടയ്ക്ക വന്ന് ഉപ്പെല്ലാം ഇട്ട് കടുകൊക്കെ വറുത്ത് ഉപ്പെല്ലാം ഇട്ട് അടച്ച് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കും. പിന്നെ അതിരുന്നൊന്ന് നല്ലപോലെ വാടി കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി വരുന്നിട്ട് നല്ല വാടി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇറക്കി വെക്കാം. അപ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് ശരിയായി കിട്ടി. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം.